മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നെവിൻ അക്ബറും കൂടി കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കാണാൻ റിയാസിൻ്റെ ഒപ്പമാണ്. റിയാസിൻ്റെ മാനറിസമൊക്കെ എനിക്ക് ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. എനിക്കത് പറഞ്ഞേക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ബിഗ് ബോസിൽ എനിക്ക് റിയാസ് സലീമിനെ കാണാനൊക്കെ പറ്റി. പല ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ ശപിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ അത്രയും വിഷമിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സെൽഫ് ലവിൻ്റെ ആളാണ്. ഞാൻ ഇന്ന് തൊട്ടിട്ട് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിനക്ക് ഒരുപാട് കഴിവുണ്ട്. നീ ഓൾ ഇൻ ഓൾ ആണ്. നിനക്ക് പടം വരയ്ക്കാൻ പറ്റും, എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. നീ ലൂഡോ ഉണ്ടാക്കില്ലേ അതൊക്കെ എന്ത് രസമായിട്ട് നീ ചെയ്യേണ്ടായിരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് പണ്ടൊക്കെ എന്നെ അറിയപ്പെടുന്നത് എൻ്റെ അമ്മയുടെ പേര് വെച്ചിട്ടാണ് എന്നെ അറിയപ്പെടുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്നെ അറിയപ്പെടാൻ പോകുന്നത് നെവിൻ്റെ അമ്മ അങ്ങനെ ലെവലിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെങ്ങനെ നടക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാർ വരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ നീ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് പ്രശ്നം ബുള്ളിങ്ങും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ എന്ന് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പിന്നീട് അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഇനി പണപ്പെട്ടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. പണപ്പെട്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് 10 ലക്ഷം ആയിരിക്കും 5 ലക്ഷം ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്നാൽ ആ പണപ്പെട്ടി എടുത്തിട്ട് നമുക്ക് പോവാമല്ലേ, ഞാൻ എടുത്താലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് അത് ഒരു കാര്യമില്ലല്ലോ. ഈ പണപ്പെട്ടി വരുമ്പോൾ നമ്മൾ എന്തായാലും ഈ ടോപ്പ് 5-ലുള്ളവരെയാണ് ബാക്കി എന്ത് ഇപ്പോൾ ഈ ഹോട്ടൽ ടാസ്കൊക്കെ വരുമ്പോൾ ഓരോരുത്തരെ വിളിക്കുന്നില്ലേ. അപ്പോൾ അതേപോലെ നമ്മളൊക്കെ വിളിക്കുന്നില്ല. അവരൊന്നും ചെയ്യില്ല. അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. ചിലപ്പോൾ 10 ലക്ഷം ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷമാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോൾ 7ൻ്റെ പണിയായതുകൊണ്ട് ചിലപ്പോൾ ഇത് 7 ആയിരിക്കാം. ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കറിയില്ല എന്തായിരിക്കും ഇവർ പണി വയ്ക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആദിലും നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരിൽ ഏതെങ്കിലും ഒരാൾക്ക് പണപ്പെട്ടി എടുത്തിട്ട് ഒരാൾക്ക് ടോപ്പ് 5-ലെത്താം. അത് അവർക്കൊരു ബെനിഫിറ്റാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്തായാലും ടോപ്പ് 5-ൽ കയറണം. എന്നുള്ള അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.